പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ എന്ത് പറയണം, ഇനി തുടങ്ങണം, എന്ത് പറയണമെന്നല്ല, എന്ത് പറഞ്ഞ് തുടങ്ങണം എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോഴാണ് ജയേഷ് ബ്രദർ ഒരു പാട്ട് പാടിയത്. എന്ത് പാട്ടാണ് പാടിയത്? ഒരു വാക്ക് മതി. അത് ലുക്കായുടെ സുവിശേഷമാണ്, 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. വായിച്ചോളൂ. ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ സ്തോത്രം. ലൂക്ക 7:7 അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അതാര് പറയണതാണ്? ഒരു ശതാധിപനായ, അതായത് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പറയണതാണ്. ശതാധിപൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല. സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പോലീസുകാരുടെയൊക്കെ അധിപനായിട്ടുള്ള ആളാണ് സർക്കിള്, അല്ലേ? SI, സബ് ഇൻസ്പെക്ടറുണ്ട്, സർക്കിൾ ഇൻസ്പെക്ടറുണ്ട്. അപ്പോൾ റോമിലുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പറയണതാണ്, ഈശ്വരനെ കാണാൻ വന്നപ്പോൾ പറഞ്ഞാണ്, 100 പട്ടാളക്കാരുടെ അധിപനാണ് ശതാധിപൻ. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? എൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് കിടപ്പിലാണ്, അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ കരുതി. വായിച്ചേ, വാക്ക് നോക്കി. ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എന്റെ കീഴിലും പടയാളികൾ ഉണ്ട്. ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു. വേറൊരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ, ഇത് നമ്മളെ ഉടമ്പടിക്ക് എതിരാണ് ഈ പാട്ട്. കുറേ കാലം കഴിയുമ്പോഴാണല്ലോ ഇങ്ങനെ പതുക്കെയാണല്ലോ വെളിപാടുകൾ ഇങ്ങനെ ഉണ്ട്. ഉടമ്പടി എന്ന് പറയുന്ന ദൈവികമായ പദ്ധതിക്ക് ഈ പാട്ട് എതിരാണ്. എങ്ങനെയാണ് എതിരാകണത്? ഉടമ്പടി വാക്കുകൊണ്ടല്ല ഉടമ്പടി ആക്ടിവേറ്റ് ആകണത്. എങ്ങനെയാണ്? അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ടാണ്. ആ വിഷയം നേരെ ഓപ്പോസിറ്റാണ്. പൊട്ടോസിൻ്റെ തിയോളജിയിലാണ് അവരാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാര്യം അവർക്ക് ബൈബിൾ എലോൺ സഫിക്സ് അല്ലെങ്കിൽ ഫെയ്ത്ത് എലോൺ, വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നവരാണ് അവരെ. കത്തോലിക്കൻ പറയും, കത്തോലിക്കത്തിന് എന്താ അപ്പോസ്തലിക സഭയിലുള്ളവരെന്താ പറയണത്? പാരമ്പര്യ അപ്പോസ്തലിക സഭയിലുള്ളവരെന്താ പറയണത്? വാക്ക് മാത്രം പോരാ, പിന്നെ പ്രവൃത്തിയും വേണം. അതാണ് വിഷയം. വിശ്വാസത്തിന് കർത്താവിനൊരു വാക്ക് മതി, പക്ഷെ നമുക്കൊരു വാക്ക് പോരാ. മനസ്സിലായില്ലേ? നമുക്കെന്ത് വേണം? പ്രവൃത്തിയും വേണം. എങ്ങനെ വേണം? അവൻ എല്ലാം നിങ്ങൾ സാക്ഷ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോരുത്തരും ഉടമ്പടി ഫയറാക്കുന്നത് എങ്ങനെയാണ്. അവൻ പറയണ പോലെ ചെയ്താൽ പോലും നമുക്ക് ഉടമ്പടി
മേജർ ഡ്യൂട്ടി ചെയ്യത്തില്ല, മൈനർ ഡ്യൂട്ടിയൊക്കെ ചെയ്യും. മേജർ ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ ഇപ്പോൾ മേജർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് അല്ലേ, ലൈഫിൽ വരുന്ന കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് അല്ലേ, അത് അവൻ പറയണ പോലെ ചെയ്താലും ചില കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് അത് തരണം ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാരണം? അതിന് അവൻ പറയണത് പോലെ ചെയ്താലും പറ്റത്തില്ല. ചിലത് എന്ത് ചെയ്യണം? വിശേഷ വിധിയായി ചെയ്യണം. മത്തായി ശ്രീഹായുടെ സുവിശേഷം 5:47. സഹോദരങ്ങളെ മാത്രമേ. അതാണ് അവൻ പറയണതാണ്. സഹോദരൻ നിങ്ങൾ സ്നേഹിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ പറയണത് എന്താണ്? പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞത് അവൻ പറയണതല്ലേ. പക്ഷെ സഹോദരങ്ങളെ മാത്രമേ പറഞ്ഞേ, സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അപ്പോഴേ യേശുവിനെ അറിയാത്തവരും അറിഞ്ഞവരും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെ ഗ്രാവിറ്റി പ്രത്യേകം തൂക്കി നോക്കുന്നുണ്ട് ബൈബിള്. അതാണ് ഈ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങൾ, ക്രിസ്ത്യൻ സാക്ഷ്യങ്ങൾ വ്യത്യാസം വരണം. കാര്യം നോൺ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവർ അവർ ഒത്തിരി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് അടയാളം കിട്ടുന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻസ് അത് ഫോളോ ചെയ്യരുതൊരിക്കലും. കാര്യം നിങ്ങളിൽ നിന്ന് അതല്ല പ്രതീക്ഷിക്കുന്നത്, വിശേഷ വിധിയായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നിങ്ങൾ കാത്തലിക്സും ക്രിസ്ത്യൻസും കാര്യം മറ്റുള്ള സഹോദരങ്ങളെ അവർ യേശുവെന്ന് ഒന്ന് വിളിച്ചാൽ മതിയാകും, ചിലപ്പോൾ അവർക്കത് ആക്ടിവേറ്റായി കിട്ടും, അനുഗ്രഹം. പക്ഷേ ക്രിസ്ത്യൻസിന് കിട്ടത്തില്ല. അതെന്താ കാര്യം? അതാണ് ആ ചോദ്യം ഒന്നിനു വായിച്ചത്. സഹോദരങ്ങളെ മാത്രമേ പറഞ്ഞേ, സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ ക്രിസ്ത്യൻസ് എന്താ ചെയ്യേണ്ടത്? സാധാരണ ചെയ്യണ പോലെ ചെയ്താൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്ത് ചെയ്യണം? വിശേഷ വിധിയായി ചെയ്യണം. എന്താ കാര്യം? അടുത്ത ചോദ്യം നോക്കിയേ. വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? എന്താണ്? അതായത് സഹോദരങ്ങളെ മാത്രമേ, അതായത് അതിൻ്റെ മിനിമം സാറ്റിസ്ഫാക്ഷൻ, ഒരു വചനത്തിൻ്റെ മിനിമം കാര്യങ്ങൾ മാത്രം ചെയ്താലേ അക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആകും. പക്ഷേ ക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആകത്തില്ല. അവരെന്ത് ചെയ്യണം? അവർ വിശേഷ വിധിയായി ചെയ്യണം, എക്സ്ട്രാ ചെയ്യണം. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണത്? അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ക്രിസ്ത്യൻസിന് പെട്ടെന്ന് അക്രൈസ്തവരെ പോലെ അവരാണല്ലോ വലിയ സാക്ഷ്യങ്ങൾ പറയണത്, അവരതിനേക്കാൾ വലിയ സാക്ഷ്യം ക്രിസ്ത്യൻസിന് പറയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ന്യൂക്ലിയസ് അറിഞ്ഞിരിക്കണം. എന്താണ് വിശേഷ വിധി? ഇപ്പം ഞാനേ ഉദാഹരണത്തിന് നിദ എന്നും പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നൊരു സാക്ഷ്യം കേട്ടായിരുന്നു ഇത് രാവിലെ. അപ്പം അവരെന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഉടമ്പടി പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മൾ കൊടുത്തത് അവർ 5 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തത്, 5 എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്ത് നോക്കിയാൽ കണ്ട. അപ്പോൾ വിശേഷവിധിയായി. അതാണ് വിശേഷവിധി എന്ന് പറയുന്നത്. നമ്മൾ പറയണതിനേക്കാൾ കൂടുതൽ ചെയ്യും. അല്ല, ഒരു വാക്ക് മതി എന്ന് വെച്ചാൽ നടക്കത്തില്ല. ഒരു വാക്ക് കൊണ്ട് ഈ സംഭവം വർക്കൗട്ട് ചെയ്യത്തില്ല. കർത്താവിനൊരു വാക്ക് മതി, പക്ഷെ നമുക്കൊരു വാക്ക് പോരാ. നമുക്ക് സാധാരണ ചെയ്യണതും പോരാ. പിന്നെ എന്ത് ചെയ്യണം? വിശേഷ വിധിയായി ചെയ്യണം. ഇപ്പം വേറെ ഷിജിനി എന്നും പറഞ്ഞ സഹോദര സാക്ഷ്യം കേട്ടു. ഷിജിനി. ഇപ്പം ഇവരെല്ലാം ചെയ്യുന്നത് വിശേഷ വിധിയാണ് ചെയ്യണത്. അതായത് ചെയ്യുന്നതിനാണ് പ്രാധാന്യം, ചൊല്ലുന്നതിനേക്കാൾ. ഉടമ്പടിയിൽ എല്ലാ വിഷയങ്ങൾക്കും സമാധാനം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചൊല്ലുന്നതിനേക്കാളും ചെയ്യുന്നതിനാണ് അവിടെ പ്രാധാന്യം. ചെയ്താലും പറ്റത്തില്ല, പിന്നെ എന്ത് ചെയ്യണം? വിശേഷ വിധിയായി ചെയ്യണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ, സുവിശേഷ വേലയെ ത്യാഗം സഹിച്ചുകൊണ്ട് ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഇപ്പൊ ഷിജിനി എന്ന് പറഞ്ഞ മോള് അവരൊരു അക്രൈസ്തവ സഹോദരിയാണ്. അവളെന്നാ ചെയ്യണത്? പത്രം കൊടുക്കുമ്പോൾ കൃപാസനത്തിൻ്റെ ഒരു ഉപ്പും പൊതിഞ്ഞ് കൊടുക്കും. ഇത് വല്ലവരും ഇവിടുന്ന് വല്ലവരും പറഞ്ഞതാണോ? അല്ല, ഒന്നും പറഞ്ഞതല്ല. അവർ സ്വന്തമായിട്ട് ചെയ്യണതാണ്.
വിശേഷ വിധിയായി ചെയ്യാൻ. അവർ പക്ഷേ ക്രിസ്ത്യനല്ല, അക്രൈസ്തവ സഹോദരിയാണ്. അക്രൈസ്തവ സഹോദരിയാണ് ഷിജിനി. അവർ ചെയ്യണത് എന്താണ്? അവർ പത്രം ചുമ്മാ കൊണ്ടേ കൊടുക്കുകയല്ല, എവിടെയെങ്കിലും പറ്റി ഓടിക്കളയുകയല്ല, അല്ലെങ്കിൽ പപ്പ എടുത്ത് കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് കൊടുപ്പിക്കുകയല്ല ചെയ്യണത്. അവർ തന്നെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വെഞ്ചരിച്ച് ഇത്തിരി ഉപ്പം പൊതിഞ്ഞ് കൊടുക്കും. എന്നിട്ട് എന്ത് പറയും? മാതാവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. ഞാൻ എല്ലാവരോടും മാതാവിനെക്കുറിച്ച് സംസാരിക്കുമെന്ന്. അപ്പോൾ ഞാൻ തൻ്റെ താത്താമാരൊക്കെ ഉണ്ട്, മുസ്ലിം താത്താമാരൊക്കെ ഉണ്ട്. ഞാൻ താത്തായോട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും, മാതാവിൻ്റെ അടുത്ത് വന്നാൽ മതി. അപ്പോൾ 2 താത്തായും കൂട്ടിക്കൊണ്ട് ഇവർ ഈ ഷിജിനി ഇവിടെ വരും. അപ്പോൾ ഒരു താത്തയുടെ കാര്യം അപ്പം തന്നെ മാതാവ് ആ ആഴ്ച തന്നെ സെറ്റ് ചെയ്യും. അപ്പോൾ നോക്കിയേ, ഹിന്ദുസ് മുസ്ലിംസിനെയും കൂട്ടിക്കൊണ്ട് വരികയാണ്. എവിടെ? ഉടമ്പടിക്ക്. അപ്പോൾ കത്തോലിക്കൽ എന്ത് ചെയ്യും? കത്തോലിക്ക് എഴുന്നേറ്റ് വരുമ്പോഴത്തേനും 9 മണിയാവും. അതാണ് പ്രശ്നം. അത് പ്രശ്നമാണ്. അതാണ് വിശേഷം. ഒരു വാക്കുകൊണ്ട് സംഭവം നിൽക്കത്തില്ലെന്ന് പറയാൻ കാര്യം. നിങ്ങൾ സാക്ഷ്യം പറയുന്നവർ എന്ത് ചെയ്തെന്ന് നോക്കണം. സാക്ഷ്യം പറയുന്നവർ എന്താണ് അവർ തീഷ്ണമായ സ്നേഹത്തോടെയാണ് ഇത് ചെയ്യണത്. ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ വിശ്വാസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ശ്രുതികട്ടെ മക്കളെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നത് നന്ദി പറയുന്നു. വിശ്വാസം വർക്കൗട്ട് ചെയ്യണത് 2 തരത്തിലുണ്ട്. ഒന്ന് പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും വിശ്വാസം വർക്കൗട്ട് ചെയ്യും. ഇപ്പോൾ പ്രാർത്ഥനയാണ് ആദ്യ നിലവാരം. പ്രാർത്ഥനയാണ് നമ്മുടെ വിശ്വാസത്തെ ആവിഷ്കരിക്കുകയോ പ്രകടിപ്പിക്കുകയോ. വിശ്വാസത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ നമ്മൾ എന്താണ് ചെയ്യണത്? അതിൻ്റെ ടെക്നിക്കാലിറ്റി എന്താണ്? പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്യണത്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എന്താണ് ചെയ്യണമെന്ന് നമ്മൾ ഓർക്കണം. ഇപ്പം നമ്മളിങ്ങനെ അവരെ ഇവിടെയൊക്കെ സംസാരിച്ചുകൊണ്ട് ചോറ് വാരി തിന്നുമ്പോൾ ആ ചോറ് തിന്നുന്നു, അതിൻ്റെ അകത്ത് മീനെടുത്ത് കഴിക്കുന്നു, ആ ക്യാബേജ് എടുത്ത് കഴിക്കുന്നു, നമ്മളിങ്ങനെ ഇട്ട് ചവക്കുന്നു. പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഫോണിൽ നമ്മൾ ആരോടെങ്കിലും കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ നമ്മൾ ഈ കഴിക്കുന്നത് വ്യത്യസ്തമായ സംഭവങ്ങളാണെങ്കിലും അതിങ്ങനെ ചവച്ചാൽ താഴേക്ക് പോകുന്നല്ലാതെ ചോറാണോ പോകുന്നത്, ക്യാബേജാണോ പോകുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ. ഇതുപോലെ ഈ പ്രാർത്ഥനയ്ക്ക് അപകടം സംഭവിക്കും. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നുവെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരം കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കണ പോലെ ഇരിക്കും. എന്താണ്? എന്തൊക്കെയാണ് കഴിക്കണത്? എന്തൊക്കെ കഴിച്ചു കൂട്ടി, അത്രയേ ഉള്ളൂ. അറിഞ്ഞില്ല എന്തൊക്കെയാണ് കഴിച്ചതെന്ന്. അത് ഞാൻ കഴിച്ചാ, ഇത് ഞാൻ കഴിച്ചാ, ഇതുണ്ടായിരുന്ന ഇവിടെ നിന്ന് പിന്നീട് കഴിച്ച് കഴിയുമ്പോൾ കൈ കഴുകിക്കുമ്പോഴാണ് നമ്മൾ മേശപ്പുറത്തോട് നോക്കണത്. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞിരിക്കും, ഒന്നും അറിഞ്ഞില്ല. പല പ്രാർത്ഥനകൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ എന്ത് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയുന്നില്ല, ആരോട് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയുന്നില്ല, എന്ത് വിശ്വാസത്തിലാണ് പ്രാർത്ഥിക്കണമെന്ന് അറിയുന്നില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ ഈ വിശ്വാസം ആവിഷ്കരിക്കണത് അല്ലെങ്കിൽ വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കണത് അതിൻ്റെ പ്രഥമ രൂപം മാത്രമാണ് പ്രാർത്ഥന. അതിൻ്റെ സങ്കീർണ രൂപം പ്രവർത്തനമാണ്. വിശ്വാസത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ പ്രഥമ രൂപമാണ് പ്രാർത്ഥന. നമ്മളൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമ രൂപം എന്ന് പറയത്തില്ലേ? വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമ രൂപം കുറച്ച് കണക്ക് കൂട്ടി എഴുതാൻ പഠിക്കും അല്ലേ, കുറച്ച് ഇംഗ്ലീഷ് കൂട്ടി 2, 4 അക്ഷരം 5 അക്ഷരം ഒരു വാക്കായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപമാണ് പ്രാർത്ഥന, അതിൻ്റെ പൂർണ്ണ രൂപമല്ല. വിശ്വാസത്തിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയണത് വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപമാണ് പലരും ചെയ്യണത്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഗതി പിടിക്കാതെ കിടക്കണതിൻ്റെ കാരണം അതാണ്. വിശ്വാസത്തിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പ്രഖ്യാപനമുണ്ട്, പിന്നെന്താണ്? പ്രയോഗമുണ്ട്. പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഇടയ്ക്ക് പറയുന്നത് ചില ഉടമ്പടി ധ്യാനം കൂടുന്നവർ ഏത് പാർട്ട് കൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഉടമ്പടി ധ്യാനം 10,000 1000 ഉണ്ട്. ഇപ്പോഴ് 1000 ഉടമ്പടി ധ്യാനങ്ങളുണ്ട് യൂട്യൂബിൽ. അതിൽ ഏതാണ് നിങ്ങൾ കൂടിയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാനെപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ പഴയത് ഞാൻ ആവർത്തിക്കും, പിന്നെ ആവർത്തിക്കും. എന്താ ആവർത്തിക്കണത്?
നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക്, പുതിയ തലമുറയല്ലേ നിങ്ങൾ, ഉടമ്പടിയുടെ പുതിയ ഓരോ ദിവസവും ഓരോ പുതിയ, ഇപ്പോൾ ഇന്നലെ 500 പേര് പുതിയതായിട്ട് ഉടമ്പടി എടുത്തു. ഇന്നലെ ഒറ്റ ദിവസം 500 പേര് ഉടമ്പടി എടുത്തു. അപ്പോൾ പുതിയ തലമുറയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് പുതിയ ആൾക്കാർക്ക് പഴയ കാര്യങ്ങൾ അറിയത്തില്ല പലർക്കും. അപ്പോൾ പുതിയ ആൾക്കാർക്ക് പഴയ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ധ്യാനം കൂടുമ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. പറയാൻ പറ്റുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപമാണ് പ്രാർത്ഥന. അപ്പോൾ വെച്ചാൽ നമ്മുടെ ഒരു 4ാം ക്ലാസ് പഠിപ്പാണ് ഉള്ളത്. അതിൻ്റെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യണമെങ്കിൽ ആത്മീയ വിദ്യാലയത്തിൽ നിങ്ങൾ 4ാം ക്ലാസ്സുകാരെത്തിയാണ്. അത്രേ ഉള്ളൂ. ഇപ്പം പഠിയിട്ടില്ലേ ഏത് ക്ലാസ്സിലാണ് ഇരിക്കണമെന്ന് മനസ്സിലായില്ലേ? ഏത് ക്ലാസ്സിലാണ് ഇരിക്കണമെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യണമെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപം മാത്രമാണ് പ്രാർത്ഥന. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങൾ വിശ്വാസത്തിൻ്റെ സാക്ഷരതയിൽ 4ാം ക്ലാസ്സിലാണ്. 4ാം ക്ലാസ്സുകാർക്ക് 4ാം ക്ലാസ്സുകാരുടെ പണി കിട്ടും, അത്രേ ഉള്ളൂ. വലിയ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം 4ാം ക്ലാസ് നിങ്ങൾ പ്രാർത്ഥന മാത്രമാണെന്നുണ്ടെങ്കിൽ അതൊരു 4ാം ക്ലാസ്സുകാരത്തിയാണ്. 4ാം ക്ലാസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ആ കാര്യം മാത്രം ചെയ്താൽ മതി. ആ ഒരു സ്കെയില് മാത്രമുള്ള റെമ്യൂണറേഷനൊക്കെ കിട്ടത്തുള്ളൂ നമുക്ക്. അപ്പം ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാകണം. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരണം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. മഹത്വം, മഹത്വം, മഹത്വം. ഹെബ്രായർ 6:1. ഹെബ്രായർ 6:1. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവാണ്. എന്താണ് നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള നിർജീവ പ്രവർത്തി എന്ന് പറയുന്നത് ജീവൻ പ്രവർത്തികളെ ദൈവം വിശ്വാസം ഇങ്ങനെ പ്രവർത്തികളാൽ സാധൂകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രവർത്തികളെ ദൈവം പിന്നെയും തിരിക്കുകയാണ്. എന്താ കാര്യം? ജീവനുള്ള പ്രവൃത്തിയും ജീവനില്ലാത്ത പ്രവൃത്തിയും. എന്നുവെച്ചാൽ കൃപ നമുക്ക് നൽകുന്ന പ്രവൃത്തിയുണ്ട്. കൃപയും ജീവനും ഒരേ അർത്ഥമാണ് ബൈബിളിലുള്ളത്. ഈശോ പറയും, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമാണ്. 10:10 അങ്ങനെ പറയും. യോഹന്നാന്റെ 10:10 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും. അപ്പോൾ അവിടെ ജീവൻ എന്ന് പറയുന്നത് ആ ജീവൻ തന്നെയാണ് നമ്മൾ യോഹന്നാൻ 1:16 പറയണത്. എന്താ പറയണത്? തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പറഞ്ഞേ, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ. അപ്പൊ ഈ കൃപയ്ക്ക് മേൽ കൃപ നൽകിയിരിക്കുന്ന പറയണ കൃപയ്ക്ക് മേൽ യോഹന്നാൻ 1:16 കൃപയ്ക്ക് മേൽ കൃപയും യോഹന്നാൻ 10:10 ജീവനുണ്ടാകാനും സമർത്ഥമായി ഉണ്ടാകാൻ ജീവൻ സമൃദ്ധിയും മേൽകൃപയും സമർത്ഥമായ ജീവനും ഒരേ വാക്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ്? കൃപയാണ്, ദൈവികമായ ശക്തിയാണ്. സൗഖ്യ പ്രാർത്ഥനയിലേക്കും ജീവിത ദുരന്ത തടസ്സ നിവാരണ പ്രാർത്ഥനയിലേക്കും നമ്മളെ കർത്താവിൻ്റെ നാമത്തെ വചനത്തിൽ പ്രവേശിക്കുകയാണ്. അന്വേഷണം മൗനമായി നമ്മുടെ വിഷമങ്ങളെയും ഇന്നത്തെ പ്രയാസങ്ങളെയും കർത്തൃത്തിരുസ്ഥിതി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥയിൽ ഓർക്കാം. ഭക്തിയോടെയും ആദരവോടെയും സമർപ്പിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷമായി അർപ്പിക്കുന്ന കുർബാനയുടെ യോഗ്യതയാൽ അങ്ങയുടെ അവകാശവും ഓഖിനുമാകുന്ന തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൾത്താരയുടെ ചുറ്റും ഓൺലൈനിൽ പങ്കെടുക്കുന്ന അക്രൈസ്തരായ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക വിഹിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം അണിപ്പെടുതാർന്ന അത്ഭുതകരം മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിടർ പോലെ വൈതാക്കാലം ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തു നാമത്തെ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വീണ്ടും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് കണ്ണീരിന് നിങ്ങളുടെ കണ്ണുനീരിന്റെ കാര്യങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുക. കർത്തൃ സന്നിധിയിൽ നിൽക്കുന്നെന്ന് ഓർക്കുക. കാനായിലെ കല്യാണ കുടുംബത്തിൽ നിന്നതുപോലെ കർത്താവിൻ്റെ കൂടെ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന വലിയ സ്വർഗീയ മഹനീയ സമയമാണെന്ന് ഓർക്കുക. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ വൈദ്യ കർത്താവ് വൈദ്യനും വൈദ്യവുമായ യേശുക്രിസ്തുവേ, വൈദ്യശാസ്ത്രജ്ഞരെ സൂചിക്കും മരുന്നിനും കടന്നിലവാത്ത മനുഷ്യമനസ്സിൻ്റെ ഗാഥനങ്ങളിലെ മുറിവേറ്റ ചിന്തകളിൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് ആധിയിലേക്ക് ഭീതിയിലേക്ക് കർത്താവ് കടന്നു ചെല്ലുന്നു പ്രാർത്ഥിക്കുന്ന. എല്ലാ ഭയങ്ങളും ഭീതികളും ഉത്കണ്ഠകളും നിരാശകളും അതിൻ്റെ ആദ്യ കാരണങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ നോക്കണമേ. ആരാധനേ പരിശുദ്ധനേ പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ നോക്കണമേ. കണ്ണുകളടച്ച കൈകൾ കൂപ്പി ശിരസമിച്ച കർത്താവിന്റെ തിരുസന്നിധിയിൽ ആദരവോടെ ആയിരിക്കുക. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ അടിയങ്ങൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ആരാധ്യനെ, കർത്താവ് പരമോന്നതനെ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഓരോ മകളുടെ മേലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിരാശയെ നിബന്ധിച്ച മനുഷ്യരെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവ് സാമ്പത്തിക ബാധ്യതകളുള്ളവർ, കേസുള്ളവരെ, മക്കളെക്കുറിച്ച് വല്ലാത്ത വേവലാതിയും വേദന അനുഭവിക്കുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവർ, നഷ്ടപ്പെടാൻ പോകുന്നവരെ, അതിൻ്റെ പേര് കേസ് അയക്കുന്നവർ, ഗവൺമെൻറ് സർവീസിൽ നിന്നും സ്വകാര്യ സർവീസിൽ നിന്നും പുറത്ത് നിൽക്കുന്നവരെ എല്ലാവരെയും ഈ സമയത്ത് കണ്ണുനീരുടെ ഓർക്കുന്ന കർത്താവ്. അമ്മേ, പരിശുദ്ധമേ, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് സമാധാനമില്ല, അവർക്ക് സന്ധിപ്പില്ല, അവർക്ക് ആശ്വാസമില്ല, അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അങ്ങനെ തിരുസന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളെ പരിശുദ്ധമ ദേവമാതാവ് കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ദൈവികമായ കൃപ ചൊരിയണ സമയമാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ നോക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ കുറിച്ച് കൈകള് കുപ്പി കണ്ണുകൾ അടച്ച് ശിരസ് നമിച്ച് സ്വന്തം കുടുംബത്തിലെ കണ്ണുനീര് ഓർത്തുകൊണ്ട് മാതാവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് അത് ഏൽപ്പിക്കുന്ന വലിയ സമയമാണ്. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അനേക ആയിരങ്ങൾ ഇവിടെയും ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന ഇന്നുവരെ അമ്മ ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്ന, ഓരോ ദിവസവും നൂറുകണക്കിന് മക്കൾ സാക്ഷ്യം പറയുന്ന ഓർത്ത് സ്വസ്ത്രം ചെയ്യുന്ന, തറയെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനകൾ അമ്മയുടെ പ്രത്യക്ഷഗണത്തിൻ്റെ യോഗ്യതയാൽ അവരുടെ മക്കൾക്ക് അവകാശമാക്കാൻ, ഓഹരിയാക്കാൻ
അങ്ങനെ അടിയൻ അഭിഷിക്ത കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ കർത്താവേ, സ്വർഗം തുറക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ വലതുകരം ഞങ്ങളുടെ മക്കളിലേക്ക് നീട്ടണമേ. കർത്താവിൻ്റെ കരുണ നിങ്ങൾ ചൊരിയട്ടെ. സാമ്പത്തിക ബാധ്യതകൾ, ശാരീരികമായ രോഗങ്ങൾ, ആശുപത്രിയിൽ കിടക്കുന്നവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, ഭവനരഹിതർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ, മക്കളുടെ ദൗർഭാഗ്യകരമായ സ്വഭാവങ്ങൾ മൂലം വേദന അനുഭവിക്കുന്നവർ, വിവാഹത്തിൽ ജീവിത പങ്കാളി കിട്ടാത്തവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദനകൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്ന. കർത്താവ്, വിശ്വാസം കുറഞ്ഞവരെ, പ്രാർത്ഥന കുറഞ്ഞ ഭവനങ്ങൾ, വിവാഹ ദമ്പതികൾ പരസ്പരം മാനസികമായിട്ട് അകന്നു പോകുന്നവർ, കേസ് അകപ്പെട്ടിരിക്കുന്നവർ, അതുപോലെ വിവാഹ മോചനത്തിന് വക്കിലേക്ക് പോകുന്നവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന. ജപ്തി നടപടി നേരിടുന്നവർ, കർത്താവ്, ഓരോരോ വിഷയങ്ങളിലെ ഓരോരോ വേദന, കാർഷിക തകർച്ചയുള്ളവർ, മത്സ്യബന്ധന മേഖലകളിലെ വേദന അനുഭവിക്കുന്നവർ, കർത്താവ്, സാമ്പത്തിക ബാധ്യതയുള്ളവർ, തങ്ങളുടെ തൊഴിൽ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത കൊണ്ട് നാടുവിടാൻ ആഗ്രഹിക്കുന്നവർ, എന്നിട്ടും അതിനുള്ള മാർഗം കിട്ടുക വരാത്തവർ, ഇങ്ങനെ ഓരോരോ തരത്തിലെ ജീവിത പങ്കാളികളുമായിട്ട് പ്രയാസങ്ങൾ അകന്ന് ജീവിക്കുന്നവരെ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ ചൊരി പ്രാർത്ഥിക്കുക. അടിപ്പിണർ പോലെ വൈദാഖാലമായ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി വസിക്കട്ടെ. കർത്താവെ, മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത ഭാരങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട പരിശുദ്ധനേ, പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുമ്പിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുമ്പിലായി, അലിവോടെ എന്നെ നോക്കണമേ. എല്ലാവരും മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഹെബ്രായർ 6:1 തിരുവചനമനുസരിച്ച് ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിർജീവ പ്രവൃത്തികളിൽ നിന്ന് വ്യതിചലിച്ച് ഈശോയെ സജീവ സാക്ഷികളായി പിതാവിലേക്ക് നീ ആരോഹണം ചെയ്തതുകൊണ്ട്, സഹായകനെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തതുകൊണ്ട് വലിയ കാര്യങ്ങൾ ഉടമ്പടി വഴി ചെയ്യുവാൻ, നിവർത്തിയാക്കുവാൻ, പൂർത്തീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ